ഇത് മാമ്പഴ കാലമാണ്. മാങ്ങാപ്പഴം അങ്ങനെ ചുണ്ടി വന്ന മാങ്ങയൊക്കെ പഴുപ്പിച്ച് ഇങ്ങനെ തലികെ വെക്കുക. ഇതൊക്കെ കാണുമ്പോഴേ ഞങ്ങൾക്ക് മാവിനൊക്കെ ഞങ്ങളൊക്കെ ഓമനിച്ചാണ് വളർത്തുന്നത്. ഈ കണ്ണാപുരം നമ്പ്യാർ ഓക്കെ കാട്ട് വരുന്നത് കണ്ടോ. വേറെ ഇവനെ തിന്നാൻ തന്നെ നമുക്ക് തന്നെ തോന്നിപ്പോവും. ഇത്രയും നല്ല ഒരു മാങ്ങ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടൊരു പരിപാടിയാണ്. ഇവനെ ശരിക്കും നല്ലപോലെ വളർത്താ കൂടത്തിൽ കപ്പളങ്ങാപ്പഴം സൂപ്പറായിരിക്കും. ഇതെല്ലാം ചുണ്ടിയാന്ന് വാങ്ങിയാണ്. ഇത് കപ്പളങ്ങാപ്പഴമാണോ? ഇത് കപ്പളങ്ങാപ്പഴം. ഓമയ്ക്കാന്നും പറയും, കർമ്മൂസ് എന്നൊക്കെ പറയും. ഇതാണ് സാധനം. ഇതാണ് നമ്പ്യാർ മാങ്ങ. ഇതിന് വിപണി പരമാവധി കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, തളിപ്പറമ്പ് ഇവിടെ അങ്ങോട്ട് തീർന്നു. ഇതിനെ വിദേശ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്താൽ കൃഷിക്കാർക്ക് നല്ല ഗുണം കിട്ടും. അതിന് സർക്കാരും കൂടി ഈ കൂട്ടത്തിൽ വരണം. ഇത് ജ്യൂസ് അടിക്കാൻ ഒന്നാന്തര സാധനമാണ്. ഇതിൻ്റെ ഈ കളറ് തന്നെയാണ് ജ്യൂസിന്. നമുക്കിതിന് പ്രത്യേക കളറൊന്നും ചേർക്കണ്ട. നല്ല കൊഴുപ്പുണ്ട്, നല്ല ക്ലിയർ സാധനമാണ്. ഇത് പിന്നെ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ ഇതിന് കളറ് ചേർക്കാത്ത ഇതേപോലെ നല്ലൊരു മാമ്പഴം ഇല്ലെന്നാണ് ഇത് ഉപയോഗിച്ചവരൊക്കെ പറയുന്നത്. കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, മംഗലാപുരം, പയ്യന്നൂർ ഒക്കെ ആൾക്കാർ പറയുന്നത്. ഇതിനെ വിദേശ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്താൽ കൃഷിക്കാർക്ക് അതിൻ്റേതായ ഗുണം കിട്ടും. അതിന് സർക്കാരും കൂടി ഈ കൃഷിക്കാരെ കുറിച്ച് കൂടണം. ഇത് കുറ്റ്യാട്ടൂർ എന്ന് പറയുന്നൊരു സാധനമാണ്. കുറ്റ്യാട്ടൂരുകാരൊന്നും ഇതിന് മെനക്കെടുന്നേ ഇല്ല. അവരെന്തോ അവരുടെ ഒരു കുറ്റം പറയുന്നതല്ല, മെനക്കെടുന്നുണ്ടാകും. പക്ഷെ അവരിതൊന്നും ലോക വിപണിയിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്നില്ല എന്ന് തോന്നലാണ്. അവരൊന്നും വിചാരിക്കരുത്. ഇത്രയും ക്ലിയറാക്കി കിട്ടുന്ന മാങ്ങ ഇപ്പോൾ കച്ചേരിക്കടവ്, മുടിക്കയം, പാലത്തുംകടവ്, ഞങ്ങളുടെ നിറങ്ങിച്ചിറ്റ, കോളിത്തട്ട്, മട്ടണി ഈ പ്രദേശത്തൊക്കെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഇത് കണ്ടുവരുന്നത്. ഇത് കുറ്റ്യാട്ടൂർ മാങ്ങയാണെന്നും കുറ്റ്യാട്ടൂർ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണ തെറ്റാണ്. എന്നുവെച്ചാൽ അവർ ഞങ്ങൾ കുറ്റം പറയുന്നതല്ല, ഇതിനെ ഒരു നല്ലതായിട്ട് കൊണ്ടുവരാൻ വേണ്ടി കുറ്റ്യാട്ടൂരുകാർ, കണ്ണൂരുകാരും എല്ലാം കൂടി സഹകരിച്ച് മുന്നോട്ട് പോവുക.